ഞാനിതിപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടാട്ടോ ഓൺ വോയിസ് കൊടുക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്, അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. എല്ലാവരും ഒന്ന് സഹകരിച്ച് കാണുക. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം കുറേ നാളിന് ശേഷമാണ് ഞാൻ ഈ ഏത് വ്ളോഗ് ഇടുന്നത്. ലേറ്റ് ആകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം, ക്ലാസ് അങ്ങനെ കുറേ തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് ഇൻഷാല്ലാ. അപ്പം നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഈ രാവിലെ എണീച്ച് കുളിച്ച് അതെല്ലാം കഴിഞ്ഞ് ഞാനും ഉപ്പയും അനിയനും അനിയത്തിയും കൂടിയിട്ട് പള്ളിയിലേക്ക് പോവാണ്. ആദ്യമായിട്ടാണ് ഞാനും അനിയത്തിയൊക്കെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത്. മാഷാല്ലാ നല്ലൊരു അനുഭവമായിരുന്നു. എന്തോ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടി. പെരുന്നാൾ നമസ്കാരം നിസ്കരിച്ചതിന് ശേഷം ഒരുപാട് പേരുണ്ടേനു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തിനപ്പം ആണുങ്ങന്മാരെല്ലാം ഈ തുബാർക്ക് അറിയുന്ന തിരക്കില്ലേനും പാനി കാത്ത് കുറേ നേരം തിന്ന് പിന്നെ ഇപ്പോൾ വന്ന് നമ്മളെല്ലാവരും കൂടി നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പോകുന്ന ആ വഴിയിലുള്ള ചില പള്ളികളാണ്. ചില പള്ളിയിലെല്ലാം ഓരോ സമയത്തിനാണ് നിസ്കാരം. നമ്മളെ പള്ളിയിൽ ഏരക്കേനു. അങ്ങനെ പുരക്കെത്തി പൂരി ഇറച്ചിക്കറി ആക്കിക്കേനു. ഞാൻ പള്ളി കഴിഞ്ഞ് വന്ന പാടിനെ തിന്ന് പള്ളി പോകുന്നേരം ഒന്നും കഴിക്കാതെ പോകണമെന്ന ഇത് പിന്നെ അനിയത്തി നിന്നതാ. ഉള്ളിൽ നിന്നേരം ഞാൻ ഒന്ന് വീഡിയോ എടുത്ത്. പിന്നെന്താ നേരെ ചോറിൻ്റെ പണിയിലേക്കിനി. ഞാൻ ചിക്കൻ നല്ലോണം പൊരിക്കും. ചിക്കൻ നല്ല മുരിഞ്ഞ് കരിഞ്ഞ് അങ്ങനെ പൊരിക്കും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ കുറേ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നോട് പെരുന്നാൾ തിരക്കിലായിപ്പോയി. ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാം ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ടും എല്ലാം തിരക്കിലായിപ്പോയി. കുറേ വീഡിയോ മിസ്സായി എടുക്കാൻ. അങ്ങനെ ചിക്കനെല്ലാം അങ്ങ് പൊരിച്ച് കുറച്ച് മസാലയൊക്കെ വേണം, കുറച്ച് നമുക്ക് തിന്നാനും വേണം. അങ്ങനെ ഇത് ഉമ്മ മസാല ഉണ്ടാക്കുന്ന ഉള്ളി, ഇത് ലാസ്റ്റ് ഉള്ളിയാണ് മുറിച്ചിടുന്നത്. അങ്ങനെ ഇത് വീഡിയോ എടുത്ത് ബീഫ് മസാലയൊക്കെ ഉള്ള ഇതെല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ച് പിന്നെ ചോറ്റിൻ്റെ പണിയിലേനും നമ്മൾ അരി വറുത്തിട്ട് ചോറ് വെക്കൽ. ഇതതിന് മുന്നേ ഉമ്മ ഈ ബിരിയാണിയിലിടാൻ വേണ്ടിയിട്ട് ഉള്ളി കരിച്ചെന്നെടുക്കും. ഞാൻ ഫ്രണ്ടിൻ്റെ ഒരു കോൾ വന്ന് തിരിച്ച് വരുമ്പോൾക്ക് ഉമ്മ ചോറ്റിൻ്റെ പണിയെല്ലാം തീർത്തിക്ക്. അങ്ങനെ ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് ചോറ് കളറും ഈ ഉള്ളിയെല്ലാം ഇട്ട് സാധനം നല്ല ദമ്മാക്കി ഒന്നും കൂടി ഒന്ന് ചൂടാക്കാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം കത്തുന്നുണ്ട്. ആവശ്യത്തിന് കിട്ടില്ല. പിന്നെ ചോറ് വയ്ക്കാൻ ഉപ്പെല്ലാം വന്ന് നമ്മളെല്ലാവരും ചോറ് വയ്ക്കാനിരുന്ന് ചിക്കൻ പൊരിച്ചത്, ബീഫ് മസാല, അച്ചാറ്, കച്ചമ്പറി ചോറ്, ചിക്കൻ മസാല എടുക്കാൻ മറന്നുപോയി. പിന്നെന്താ കുഴച്ച് മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തിന്ന് ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മധുരത്തിന് ഐസ്ക്രീമും അത്തിപ്പഴമിട്ട് കഴിച്ച് പായസമാക്കിക്കാൻ അതും എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട് കടൽപ്പാലം പോയി. ആടുന്ന് കുറേ ഇങ്ങനെ കടൽ കണ്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ വേസ്റ്റ് ഉണ്ടല്ലോ, കാണാൻ തന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്. ഒരു വൃത്തിയും മെനയൊന്നുമില്ല. കുറേ കടലും സൂര്യനും അസ്തമിക്കുന്നെല്ലാം കണ്ട് പോയി. പിന്നെ നമ്മൾ ഉപ്പിലിട്ട വന്നു പോയി. അവിടെ തന്നെ ഉണ്ടായിരുന്നു ഉപ്പിലിട്ട കൈതച്ചക്ക, മാങ്ങ, നെല്ലിക്ക, അങ്ങനെ അരീരം ഉപ്പുമുളക് ഇട്ടത്, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. നമ്മൾ ക്യാരറ്റ്, നെല്ലിക്ക, കൈതച്ചക്ക, മാങ്ങ എല്ലാം എടുത്ത് തിന്ന്. പിന്നെ പിള്ളേർക്ക് കൊടുത്തിട്ടില്ല. പിള്ളേർക്ക് ചോളം വാങ്ങിച്ചു കൊടുത്ത്, ചോളപ്പനി. പക്ഷേ എൻ്റെ അനിയത്തി എടുത്ത് തിന്നിനു. നമുക്ക് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ രാത്രിയായി. അങ്ങനെ അവിൽ മിൽക്ക് കുടിക്കാൻ പോയി. നമ്മളെന്തോ കുറച്ച് അവിൽ മിൽക്ക് മേടിച്ചതിനു ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അതെല്ലാം കുടിച്ചതിന് നേരെ പുരയിലേക്ക് പോയി. കാരണം എനിക്ക് പിറ്റേന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഹോസ്റ്റലിലേക്ക്. കോളേജ് എക്സാം ആയതുകൊണ്ട് സെം എക്സാമാണ്. അങ്ങനെ ആ പെരുന്നാൾ എക്സാമിൻ്റെ മൈൻഡിൽ അങ്ങ് പോയി.
പിറ്റേന്ന് ഹോസ്റ്റലിലെത്തി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ച്. അപ്പം ഇൻഷാ അല്ലാഹ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തിന്നുന്ന തിരക്കില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.